വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരത്തോടനുബന്ധിച്ച് കൂത്തുമാടങ്ങളിൽ ദൃശ്യവിസ്മയം ഒരുക്കുകയാണ് പുലവർ സംഘം. പുതിയ തലമുറ തോൽപ്പാവക്കൂത്ത് മേഖലയിലേക്ക് കടന്നു വരുന്നില്ലെന്നതും തുച്ഛമായ വേതനത്തിന് കൂത്ത് അവതരിപ്പിക്കാൻ ആളെ കിട്ടാത്തതുമെല്ലാം ഈ കലാരൂപം അന്യം നിന്ന് പോകുന്നതിന് കാരണമാവുകയാണ് എന്നതും ഖേദകരം. മാൻ, ആട് എന്നീ മൃഗങ്ങളുടെ തോലുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പാവകളിൽ സുഷിരങ്ങൾ തീർത്ത് ഇതിലൂടെ കൽവിളക്കുകളിൽ തീർത്ത വെളിച്ചം കടത്തിവിട്ട് പ്രതിബിംബങ്ങളെ കൂത്തുമാടത്തിൽ വലിച്ചുകെട്ടിയ വെള്ളത്തുണിയിലൂടെ കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് തോൽപ്പാവക്കൂത്ത്. വെള്ള, കറുപ്പ് എന്നീ നിറങ്ങളിലുള്ള തുണികൾ വലിച്ചുകെട്ടിയാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. ആദ്യകാലങ്ങളിൽ 150ഓളം കൂത്തുമാടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് 85 കൂത്തുമാടങ്ങൾ മാത്രമാണ്. പാവകൾക്കായി ഉപയോഗിക്കുന്ന തോല് 150 വർഷം മുതൽ 200 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. ജനുവരി മുതൽ ജൂൺ മാസം വരെയാണ് കൂത്തുമാടങ്ങളിൽ തോൽപ്പാവക്കൂത്ത് നടക്കുക. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ദേവീക്ഷേത്രങ്ങളിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വള്ളുവനാട്ടിലെ ദേവീക്ഷേത്രങ്ങളിലെ പൂരം ഉത്സവനാളുകളിലാണ് കൂത്ത് അരങ്ങേറുന്നത്. 7, 14, 21, 41, 71 ദിവസങ്ങളിൽ തുടർച്ചയായി പല ക്ഷേത്രങ്ങളിൽ പാവക്കൂത്ത് നടക്കും. രാമായണ കഥയിലെ ശ്രീരാമ പട്ടാഭിഷേകം വരെയാണ് കൂത്ത് അവതരിപ്പിക്കുക. ആരംഭം മുതൽ കളിക്കുകയാണെങ്കിൽ 41 ദിവസവും, പഞ്ചവടി പ്രവേശം മുതൽക്കാണെങ്കിൽ 21 ദിവസവും, സേതുബന്ധം മുതൽക്കാണെങ്കിൽ 11, 12 ദിവസവുമാണ് നീണ്ടു നിൽക്കുക. സമ്പൂർണ്ണ രാമായണം, ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം എന്നിങ്ങനെ 7 കാണ്ഡവും അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം ആര്യങ്കാവ് കവളപ്പാറ ക്ഷേത്രം മാത്രമാണ്. അവിടെ മാത്രമാണ് മാർച്ച് 15 മുതൽ ഏപ്രിൽ 4 വരെ എല്ലാ വർഷവും ആ ചിട്ട മുടങ്ങാതെ നടന്നു വരുന്നു എന്ന് മാത്രം. കൂടാതെ 7 ദിവസം തോൽപ്പാവക്കൂത്ത് നടത്തുന്ന സ്ഥലങ്ങളിൽ അവസാനത്തെ കാണ്ഡമായ യുദ്ധകാന്ഡവും ശ്രീരാമ പട്ടാഭിഷേകവുമാണ് പതിവ്. 14 ദിവസം തോൽപ്പാവക്കൂത്ത് നടത്തുന്ന സ്ഥലങ്ങളിൽ ആരണ്യകാന്ഡം മുതൽ ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം എന്നീ ഭാഗങ്ങൾ, പഞ്ചവടി മുതൽ മാൻവേട്ട, ബാലശ്രീ യുദ്ധം, അതുപോലെ തന്നെ അങ്ങനെ വന്ന് യുദ്ധകാന്ഡം, രാമരാവണ യുദ്ധം, ശ്രീരാമ പട്ടാഭിഷേകം എന്നിങ്ങനെ 14 ദിവസമായി അവതരിപ്പിച്ചു വരുന്നു. രാത്രി 10 മുതൽ പുലർച്ചെ 5 വരെ നടക്കുന്ന പാവക്കൂത്തിൽ കൂടുതലും യുദ്ധകാന്ഡമാണ് ഉപയോഗിക്കുന്നത്. കൂത്ത് അവതരിപ്പിക്കുന്ന തമിഴ് വംശജരായ ഇവരെ പുലവർ എന്നാണ് പറഞ്ഞു വരുന്നത്. തമിഴിൽ ഈ വാക്കിൻ്റെ അർത്ഥം പണ്ഡിതൻ എന്നാണ്. ഒറ്റപ്പാലം താലൂക്കിലെ മനുശ്ശേരിയിൽ ഇത്തരത്തിൽ ഏതാനും കുടുംബങ്ങളുണ്ട്. കൂത്തുമാടത്തിൽ ഉപയോഗിക്കുന്ന ശ്ലോകങ്ങളിൽ അധികവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തമിഴിലാണ്. അനുഷ്ഠാനത്തിന് പുറകിലെ ഒരു ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് ദേവന്മാർക്കും ഋഷികൾക്കും മാനവർക്കുമെല്ലാം ശല്യമായ ദാരികൻ എന്ന ഒരു അസുരനുണ്ടായിരുന്നു. ഈ അസുരനെ നിഗ്രഹിക്കുവാനായി പരമശിവൻ തൻ്റെ കണ്ഠത്തിലെ കാളകൂട വിഷത്തിൽ നിന്നും ഭദ്രകാളിയെ സൃഷ്ടിച്ചു. ഏറെ നാൾ നീണ്ടുനിന്ന ഒരു യുദ്ധത്തിനൊടുവിൽ ഭദ്രകാളി ദാരികനെ വധിച്ചു. ദാരികനും കാളിയും തമ്മിൽ യുദ്ധം നടന്ന അതേ സമയത്താണത്രേ രാമരാവണ യുദ്ധവും നടന്നത്. അതുകൊണ്ട് രാമൻ രാവണനെ നിഗ്രഹിക്കുന്നത് കാണാൻ കാളിക്ക് സാധിച്ചില്ല. ആ കുറവ് നീക്കാനാണ് കൊല്ലം തോറും കാളീക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് നടത്തിവരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കൂത്തുമാടങ്ങളിൽ കൃഷി അഭിവൃദ്ധി, കുടുംബക്ഷേമം, മംഗല്യഭാഗ്യം, തൊഴിൽ ലഭ്യത തുടങ്ങിയ ഐശ്വര്യങ്ങൾക്കായി പാവക്കൂത്ത് വഴിപാട് നടത്താറുണ്ട്. പുതിയ തലമുറ തോൽപ്പാവക്കൂത്ത് മേഖലയിലേക്ക് കടന്നുവരുന്നില്ല എന്നും തുച്ഛമായ വേതനത്തിന് കൂത്തവതരിപ്പിക്കാൻ ആളെ കിട്ടാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും ഈ മേഖല നാശത്തിൻ്റെ വക്കിലാണെന്നും തോൽപ്പാവക്കൂത്ത് കലാകാരൻ വിശ്വനാഥ പുലവർ പറയുന്നു. 2 3 പേർ മാത്രമാണ് അവതരിപ്പിക്കുവാനുള്ളത്. യുവതലമുറ ഇത് പഠിക്കുവാൻ മുന്നോട്ട് വരുന്നില്ല. പ്രധാന കാരണം ഇത് ഏകദേശം 3000-ഓളം
കമ്പരാമായണ ശ്ലോകങ്ങൾ, സംസ്കൃത ശ്ലോകങ്ങൾ, വേണ്ട ഉപകഥകൾ, ജ്യോതിശാസ്ത്രം, അതുപോലെ തന്നെ എന്തെല്ലാം നമുക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടോ അതെല്ലാം ശ്ലോകങ്ങൾ പഠിച്ച് അർത്ഥം വിശദീകരിക്കുകയാണ് ഇതിൻ്റെ സമ്പ്രദായ രീതി. എന്നാൽ യുവതലമുറ അതിന് തയ്യാറാകുന്നില്ല. അതുമാത്രമല്ല, ഇത് 3-4 മാസം മാത്രമാണ് കൂത്ത് എല്ലാ സ്ഥലത്തും ഒന്നിച്ചു വരുന്നത്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വരുമാനം വളരെ കുറവായതുകൊണ്ട് പലരും ഇത് പഠിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. Aqua Splash വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. Aqua Splash, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. Aqua Splash വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.